സുഹൃത്തുക്കൾ, അല്പം ത്യാഗം നമുക്ക് വേണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ത്യാഗം ചെയ്ത് തന്നെ ജീവിച്ച് തൗഹീദിന് വേണ്ടി വെറുതെ ജീവിക്കാൻ പറ്റും. തൗഹീദിന് വേണ്ടി പോരാടിയിട്ടും അവസാനം തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ചോദിക്കട്ടെ, തൗഹീദിന് വേണ്ടി നാം ചെയ്ത ത്യാഗം എന്താണ്? ഒരു വിമർശനം അയൽവാസിയുടേത്, നാട്ടുകാരൻ്റേത്, കയ്യിൽ കണ്ട ഒരു ഉറുക്കോ അരയിൽ കണ്ട ഒരു ഏലസോ, ഇത് നമ്മുടെ വിശ്വാസത്തിലല്ല, നമ്മുടെ സംസ്കാരമല്ല. ഏകദൈവ വിശ്വാസികൾക്ക് ഇത് പാടില്ല, ഇത് കെട്ടിയാൽ അത് ശിർക്കാകുന്നു എന്ന് പറയുമ്പോൾ അല്പം ഒരു വെറുപ്പ് നമ്മളോടുണ്ടാവും. നാം പുതിയ മതം സ്വീകരിച്ചവരെ പോലെ നമ്മളോട് പറയും. എങ്കിലും സുഹൃത്തുക്കളെ, ഒരു വലിയ അഗ്നികുണ്ഡത്തിലേക്ക് ജീവനോടുകൂടെ പിടിച്ചെറിയുന്നതിനേക്കാളും ഭയാനകമാണോ ആ ഒരു നോട്ടം, ആ ഒരു പിണക്കം, ആ ഒരു വിമർശനം? അതുകൊണ്ട് തൗഹീദ് നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹുവിൻ്റെ ദീനിൽ എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് പോകണം. മരണ വീടുകളിൽ ബിദ്അത്തുകൾ, അള്ളാഹുവിൻ്റെ റസൂൽ മാതൃകയാക്കാത്ത ചൊല്ലലുകളും പറച്ചിലുകളും കാണുമ്പോൾ വിട്ടു നിൽക്കാനും മാറി നിൽക്കാനും, നമ്മുടെ മയ്യത്ത് ഇസ്ലാമിക മര്യാദയോട് കൂടെ മാത്രമേ മറവ് ചെയ്യപ്പെടാവൂ എന്ന് മരിക്കുന്നതിന് മുമ്പ് പറയാനും, ജീവിതത്തിൻ്റെ അവസാന യാത്രയും അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചാവാൻ നമ്മൾ ആഗ്രഹിക്കണം. ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്